വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, ഞങ്ങളൊരു ഷോപ്പിലേക്ക് വന്നു കേട്ടോ ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ തന്നെ വന്നിട്ട് പണികളൊക്കെ എൻ്റെ ഉച്ചയ്ക്ക് ഇടുന്ന് ഉറങ്ങുമ്പോൾ എന്നിട്ട് വന്നു മറ്റന്നാ ബർത്ത്ഡേ അല്ലേ, അതായത് വ്യാഴാഴ്ച എന്നിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്, വെള്ളിയാഴ്ച ഇനി ശനിയാഴ്ച പിറന്നാളല്ലേ. അപ്പോൾ ഞാൻ ഒരു ചുരിദാർ എടുത്തരാം, വേണമെങ്കിൽ വേഗം പോരെ കുളിച്ചിട്ട് തന്നു. കേട്ടത് മതി കേൾക്കാത്തത് മതി, എപ്പോഴെങ്കിലും കിട്ടണതല്ല ഒരു ചുരിദാർ. വേഗം എണിച്ച് കുളിച്ച് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട്, അപ്പോൾ കുഞ്ഞ് വന്നില്ല, ഞാനും പൊന്നേട്ടനും പൊന്നും ഷെബിയും കുണിക്കും കാർത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് പോയിട്ട് നമ്മളെല്ലാം പ്രാവശ്യം എടുക്കുന്ന പോലെ ചാവക്കാട് നമ്മൾ റിലയൻസിലാട്ടോ ചുരിദാർ എടുക്കാനാണ് ആദ്യം ഞങ്ങൾക്ക് നമ്മുടെ മൈൻഡ് പോവുക, റിലയൻസിലേക്കാണ്. അങ്ങനെ റിലയൻസിൽ പോയിട്ട് ഞാൻ റെഡിമെയ്ഡ് ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ആ വൈറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പൊന്നും പറഞ്ഞു വൈറ്റ് നമുക്ക് നല്ല ഭയങ്കര, പക്ഷേ വൈറ്റ് എനിക്ക് അരക്കെട്ടിൻ്റെ അവിടെ ടൈറ്റ് തോന്നിയിട്ട്. പിന്നെ കഴുത്താണ്, ഇതിൻ്റെ കഴുത്ത് കുറച്ച് ഒരു ഇടുങ്ങിയ പോലെ, എനിക്ക് കുറച്ച് കഴുത്ത് വട്ടം വേണം കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എടുത്തെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് റെഡിമെയ്ഡ് എടുക്കണ്ട, മെറ്റീരിയൽ എടുക്കാന്നുള്ളൊരു ആലോചന പോയിട്ട് അങ്ങനെ കുറച്ച് ചുരിദാറൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇതൊക്കെ കറക്റ്റ് സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുടെ അതിനാണ് ഇഷ്ടമായിട്ട്, ഈ ഒരു ചുരിദാർ അതിനാണ് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടെന്നാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ടോപ്പിന് എനിക്ക് തോന്നുന്നു ആ ചിരക്കിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്, നല്ല തുണി നല്ല മെറ്റീരിയൽ, പക്ഷേ ആ 10,500 രൂപ ഉണ്ട് തോന്നുന്നു ടോപ്പിന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര രൂപ കൊടുത്തൊരു ടോപ്പ് മാത്രം മേടിക്കണ്ടല്ലോ, നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാം. അങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയിട്ട്, അപ്പം മെറ്റീരിയൽ എടുക്കാൻ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽ കുടുങ്ങുന്ന കളർ മഞ്ഞ തന്നെയാണ്. പക്ഷേ ഈ മഞ്ഞയ്ക്ക് എനിക്ക് തോന്നുന്നു 10,000-2,000 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ആ മഞ്ഞയ്ക്ക് ഭയങ്കര ഇഷ്ടമായത്, ഈ പച്ചയും ആ മഞ്ഞൊക്കെ അടിപൊളി മെറ്റീരിയൽ വെച്ചാൽ ഒരു രക്ഷയിലും അത്ര അടിപൊളി മെറ്റീരിയലാണ്. പക്ഷേ കുറച്ച് സ്റ്റാൻഡേർഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്, അതിനുള്ള റേറ്റും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു വേണ്ട, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ട, 18 ചുരിദാർ എടുത്തരാന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കഴുത്ത് അറക്കണത് ശരിയല്ലോ ചോദിച്ചു. അങ്ങനെ അതിനായിട്ട് വന്നാലും 10,000-2,000 രൂപയുടെ ചുരിദാർ എടുത്തരാന്നിട്ട് തന്നെയായിട്ട് അതിനായിട്ട് നമ്മളെ കൊണ്ടുപോയതൊക്കെ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് 2 എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ചുരിദാറുകൾ സ്വതവേ കുറവാണ് ഉള്ളത് തന്നെ. ഞാൻ ഒരെണ്ണം അടിച്ച് വെച്ചപ്പോൾ അടുത്തടിക്കുമ്പോൾ റെഡി ആവില്ല. അപ്പോൾ അങ്ങനെ കുറേ ചുരിദാർ അങ്ങനെ പോകും. പക്ഷേ ഞാൻ ഒരുപാട് റേറ്റിൻ്റെ ചുരിദാറുകൾ എടുക്കാറില്ല കേട്ടോ, റേറ്റോറിൻ്റെ ചുരിദാറുകളാണ് ഞാൻ കൂടുതൽ എടുക്കാറ്. ഞാൻ മെറ്റീരിയൽ എടുക്കൽ കുറവാണ്. ഇങ്ങനെ മെറ്റീരിയൽ എൻ്റെ ലൈഫിലേക്ക് ഒരു ആകെ ഞാൻ അധികം ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ സെറ്റായി എടുക്കണം. ഞാൻ ഈ തുണി എടുത്ത് കട്ട് ചെയ്ത് മുറിച്ച് അടിക്കുക ചേട്ടാ. പിന്നെ ഒരു ബ്ലാക്ക് ലെഗിൻസ് ഉണ്ടെങ്കിൽ എല്ലാം ചുരിദാറിന് ഇടാലോ എന്ന് വെച്ചു. അങ്ങനെ എനിക്കിത് ഈ മഞ്ഞ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ആ മഞ്ഞയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, മഞ്ഞ പിടിച്ചു. അപ്പോൾ അതിന് ഇഷ്ടമായത് ഈ ഒരു ബ്ലാക്കാണ്. അപ്പോൾ രണ്ടിനും എനിക്ക് തോന്നുന്നു ഒരു 10,000-9,000 രൂപയുടെ ഉള്ളിൽ ആ റേറ്റിലൊക്കെ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു മറ്റേ നീലാണ്, അപ്പോൾ നീലയും ബ്ലാക്ക് അതെനിക്ക് ഇഷ്ടമായി, അതിന് 1,600 അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ കാശ് ഉണ്ടെങ്കിൽ എനിക്കിത് 1,200 കൊണ്ടുകൂടി 2 ചുരിദാറും കൊണ്ട് വരുമല്ലോ. അപ്പോഴേക്ക് ആ നീല ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഷാളും ഉണ്ട്, നല്ല ഷാളാട്ടത്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ഷാളും നല്ല മെറ്റീരിയലാട്ടോ, അടിപൊളിക്ക് ഇഷ്ടമായി. പക്ഷേ അതിന് തന്നെ ഇഷ്ടമായത് ബ്ലാക്കും, എനിക്ക് പിന്നെ ആ മഞ്ഞ ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണം മേടിക്കുന്ന കാശുണ്ടെങ്കിൽ അത് 2 കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ 2 ആക്കിയിട്ട് എടുത്തു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായൊരു ചുരിദാർ കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എടുത്തില്ല, നമ്മളെടുത്തത് ആ ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ തന്നെയാണ് പറഞ്ഞു തോന്നുന്നു. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, ഇത് ഈ മഞ്ഞ് ആ വിരിക്കുന്നുണ്ട്, ആ മഞ്ഞാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി. ചെറുത് അടുത്ത ചെറുത് താങ്ക് യു. അടുത്ത സമയത്ത് അവിടെ കൊടുങ്ങൂര് എന്ത് ബർത്ത്ഡേ വിഷയം നമ്മളോട് അടിച്ചു വലിക്കും. എന്റെ പേരക്കുട്ടി ഉറങ്ങുക, പനിച്ചുറങ്ങുക, പനിക്കുക, അങ്ങനെ എടുത്ത് പീച്ചേനെ ഉറങ്ങിക്കൊണ്ട് പാല് വയ്യാണ്ട് ഉറങ്ങുക. അങ്ങനെ രാത്രി 12 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങാണ്ട് ഇരുന്നിട്ട് എന്നെ വിഷ് ചെയ്താട്ടോ. അപ്പോൾ നമ്മൾ പിക്ചേഴ്സൊക്കെ ശ്രദ്ധിക്കില്ല, പച്ചക്കറിയൊക്കെ അരിഞ്ഞു ഞാൻ രണ്ടും 12 മണിയായപ്പോൾ എല്ലാവരും കൂടി വിഷ് ചെയ്താട്ടോ കാണുന്നത്. അങ്ങനെ ബർത്ത്ഡേ ദിവസത്തെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു വന്നോട്ടെ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുണിക്കിന് അവരൊക്കെ കുളിപ്പിച്ച് ഞാൻ കുളി കഴിഞ്ഞ് വന്നു.
ഫുഡ് ഉണ്ടാക്കാൻ സദ്യ ഉണ്ടാക്കാൻ പോയുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഫെയർ ലവ്ലി കിട്ടിയതിന് ശേഷം ഞാൻ എന്തൊക്കെയോ പൊന്നിനോടും കുഞ്ഞിനോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് അന്വേട്ടനോട് ഞാൻ കുളിക്കാൻ പോകാൻ പറയാം കേട്ടോ. എന്താ വെച്ചാൽ അന്വേട്ടൻ ഷർട്ട് ഇടാത്താനും അന്വേട്ടൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അന്വേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല. അങ്ങനെ ഇതേ മുടിയൊക്കെ അയച്ച് നമ്മൾ മുടിയൊക്കെ ചിക്കോർത്തിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കളയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഭംഗിയൊക്കെ ബർത്ത്ഡേ ദിവസം ഇല്ലെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടാറുണ്ട്. അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പിള്ളേർക്ക് ഡ്രസ്സ് ഇടിയിച്ച് കൊടുക്കുന്നത് കുണുക്കി ഡ്രസ്സ് ഇടിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അങ്ങനത്തെ തിക്കും തിരക്കും ബഹളം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരെ ഞാൻ കുളിപ്പിച്ച് വിടുമ്പോൾ അതിന് കുഞ്ഞിനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉണ്ണുകൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിപ്പിക്കും. അങ്ങനെ കാർത്തുമേനെ നോക്കിയിട്ട് ചേട്ടാ പൊന്നിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു ഫുഡ് ഉണ്ടാക്കാൻ പോണേക്കാൾ മുന്നേ വിശേഷ ദിവസങ്ങളൊക്കെ അന്വേഷണോട് കുങ്കുമം ഇടിപ്പിക്കുന്നത്. അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ്. അതാണ് ഞാൻ രാവിലെ തന്നെ തല കുളിപ്പിക്കണ്ട ഉണ്ണിയോട് ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിയോടെ തന്നെ ഇപ്പൊ കുളിപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് അവരൊരു കാര്യം കുളിച്ചും സ്കൂളിൽ ദിവസം പോവാണെങ്കിലോ അത് കുളിച്ചിട്ടില്ല പോവാ. അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ചില്ലി മാൻ കുറിയിട്ട് കുങ്കുമം കേട്ടോ കുങ്കുമം ഒക്കെ എന്തോനാ. അപ്പൊ അന്യാണ്ട് എൻ്റെ രണ്ട് കുഞ്ഞു പിള്ളേരുടെയും കുളി കഴിഞ്ഞു. കാത്തും അത് ഞാൻ കുളിക്കുമ്പോ എൻ്റെ ഒരു പാക്കേജ്, അതായത് ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഒരു പാക്കേജാണ്. ആദ്യം കുണുക്കൻ, പിന്നെ കാർത്തു, പിന്നെ കുണിക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ള വെള്ളം എന്നിട്ട് ഇങ്ങനെ കൊടുന്നു തരും, ബാത്റൂമിലേക്ക് വെള്ളം കൊടുന്നു തരും, ഞാൻ വെള്ളം കലർത്തും, അവരെ കുളിപ്പിക്കും. തോർത്തണ നേരാകുമ്പോ ഞാൻ കുളിപ്പിച്ചു വിടാം. തോർത്തണ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ. പിന്നെ 3-4 തോർത്തുള്ള ഏറ്റവും വലിയ പണി. അതെ ശരിക്കും തോർത്തി കൊടുത്തിരുന്നത് തുമ്പണത്. ഇതൊക്കെ കുറെ ചീർപ്പുള്ള അപ്പടെ പോയില്ല. ആകെ 4 മുടിയുള്ളൂ. ചീർപ്പ് വേണ്ടേ? ഒരു 10,000 ചീർപ്പ് വീട്ടിലുണ്ട്. പോക്കറ്റ് ഇരിക്കട്ടെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി. അമ്മനൊന്ന് പൊക്കി അമ്മയ്ക്കും ഇന്നലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു കട ഉണ്ട് ഇവിടെ കേട്ടാ. ഇവിടെ ഒരു കട ഉണ്ട്. ഇവിടെ കട ഉമ്മയോ ഉമ്മയാ ഹാപ്പി ബർത്ത്ഡേ പറ. ഒന്നല്ല ഫോൺ കൊണ്ട് അങ്ങനെ ഒരു കട കണ്ടിട്ട് ഇന്നലെ രാത്രി 12 മണിയാകുമ്പോ എൻ്റെ ഏട്ടനും കുണിക്കും പൊന്നും കുഞ്ഞിനും ഒക്കെ ഹാപ്പി ബർത്ത്ഡേ. കാത്തു ഷെബി ഉറങ്ങിട്ടാ. അപ്പൊ എനിക്ക് നിങ്ങൾ എന്താ വീഡിയോ എടുക്കാൻ അത് കഴിഞ്ഞിട്ട് ശേഷം ആശ കഴിച്ചു വന്നത് കേട്ടാ. മീന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറയാത്ത ഒരേ ഒരു വ്യക്തി വരുന്നു. അമ്മോട് ബർത്ത്ഡേ പറഞ്ഞു. ഉമ്മ കൊടുത്താ? ഈ പീസ് ഒന്നല്ലേ ഉള്ളു നമുക്ക്. ഉമ്മ കൊടുത്താ? ഉമ്മ കൊടുത്താ? അവനല്ല മാമനല്ല അമ്മാമിക്ക് ഉമ്മ കൊടുത്ത. അമ്മാമിക്ക് അപ്പാപ്പിക്ക് അപ്പാപ്പിക്ക് മുത്ത കഴുതം വരികയല്ലേ. അമ്മേ അമ്മേനെ അവിടെ ഉണ്ട് കുഞ്ഞിപ്പെണ്ണ അമ്മ അമ്മ അതെല്ലാം കുട്ടികളും അങ്ങനെ തന്നെയാട്ടോ. ഒരു പ്രായത്തില് എല്ലാ കുട്ടികളും എല്ലാരും ഇവിടെ ഇവരൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാരും ഇപ്പൊ എന്നാലല്ല പായസം ഒക്കെ ഉണ്ടാക്കണ്ട. കൂറ സാധനം വന്നിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ പറയാ. അടുത്ത 2 കുടിക്കാൻ പറ്റില്ല. രണ്ടിനോടോ എന്ത് കേട്ടാലും ഫീൽ ആവാത്ത സാധനം കുങ്കുമച്ചെപ്പ് എവിടെ ഉണ്ട്? ബർത്ത്ഡേ കുറെ ഉമ്മയുണ്ട്. ഗിഫ്റ്റ് ഒക്കെ തന്നുണ്ട് കേട്ടാ എല്ലാരും. മന്ദവെല്ല് മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട്. ദൈവ സഹായിച്ച് മന്ദവെല്ല് ഒന്നും പറയല്ലേ. കുങ്കുമ അവിടെ ഇടുമ്പോ അത് സ്വീകരിക്കുക. മനസ്സിലായ? മന്ദവെല്ല് ഈ മന്ദവെല്ല്
വേണ്ടേ? ആ വേണം. അതാ വരണം. കുങ്കുമട്ടത് ബാക്കി ഇടാൻ പാടണം. അങ്ങനെ എന്താ കാത്തുമ്പോ കുച്ചല്ലേ ഈ കുളിക്കാത്തവർക്ക് ഒന്ന് വേണ്ടേ കുഞ്ഞു അത് നിനക്ക് ഉച്ചയ്ക്ക് അതൊന്നും ശേഷം ഞാൻ നമുക്ക്. അപ്പൊ ഞങ്ങൾ അടുക്കളയ്ക്ക് കുഞ്ഞ് സദ്യ കുഞ്ഞ് സദ്യച്ചിങ്ങ കുഞ്ഞല്ലേട്ടാ ഉള്ളത് കൊണ്ട് ഞാനൊരു അവിയല്ല ഒരു 1.5 കിലോ മേടിച്ചു സാമ്പാർ ഇട്ടു. പായസം എന്താക്കണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചോളെ. എന്ത് പായസം ഉണ്ട്? ആ എൻ്റെ മോന് 100 പായസം വേണ്ട. 100 പായസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല കേട്ടാ, സേമിയ പായസത്തിന്. അപ്പം അതുണ്ടാക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ അരി അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ കുഞ്ഞാ പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പച്ചക്കറി ചേട്ടാ ഒന്നാ ചെത്തിയാ സാമ്പാറിന് കഷ്ണം ഒക്കെ നന്നാക്കി ഒക്കെ കഷ്ണമാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സാമ്പാറിനുള്ള പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വേറെ ഒന്നുമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുറച്ച് പുട്ടും പപ്പടും സാമ്പാറായി കഴിഞ്ഞാൽ അത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കൽ കഴിയില്ലോ എന്ന് വിചാരിച്ച് സാമ്പാർ ഉണ്ടാക്കുക വെച്ചാൽ അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ മുരിങ്ങക്കായും സബോളയും തക്കാളിയും പിന്നെ വെണ്ടക്കായും കറിവേപ്പിലയാണ് കേട്ടോ ഇടുന്നത്. വെണ്ടക്കായി ഇപ്പോൾ ഇടല്. വെണ്ടക്കായും നമ്മൾ ലാസ്റ്റ് മുരിങ്ങക്കായും തക്കാളിയൊക്കെ വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് നമ്മൾ ഇടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളത് വേവിക്കാൻ വെച്ചാൽ നേരം പുട്ടിനുള്ളത് കുഴച്ച് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. കുക്കറിൽ വേണം, പരിപ്പ് വെച്ച കുക്കറാട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു. പുട്ട് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആവി എടുക്കുകയാണെങ്കിൽ നമ്മൾ പുട്ട് ഈ കുക്കറിൽ പുട്ട് മുറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോ കറികളായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മളതേക്ക് അവിയൽ മേടിക്കുമ്പോൾ അവിയലിൻ്റെ കഷ്ണം മേടിക്കുമ്പോൾ ഒരു തുണ്ട് കയ്പ്പയ്ക്ക കിട്ടും കേട്ടോ. ആ തുണ്ട് കയ്പ്പയ്ക്കയിൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പൊക്കെ ഇട്ട് പരട്ടി വറുത്തെടുക്കുക കേട്ടോ. വറുത്തിട്ട് നല്ല പുളി കുറഞ്ഞ നല്ല കട്ട തൈരിൽ കുറച്ച് ഉപ്പിട്ട് നന്നായി ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനി വറുത്ത കയ്പ്പയ്ക്ക അതിലിടുക. പിന്നെ കടുകും ഉലുവയും വറ്റമുളകും കറിവേപ്പിലും കൂടി കാച്ചു കൂട്ടും. അപ്പോൾ നമുക്കങ്ങനെ കയ്പ്പയ്ക്ക പച്ചടി ആയിട്ട്. അപ്പോൾ സാമ്പാറിനുള്ളത് അപ്പുറത്താവുന്നുണ്ട്. സാമ്പാറിന് വറക്കാണ്ട് കാര്യങ്ങളുണ്ട്. പണികളിങ്ങനെ അതിനായിട്ട് അപ്പോൾ നാളികേരം ചെരുകാണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനായിട്ട് നാളികേരം ചെരുകാന്ന് നമ്മൾ സാമ്പാറിന് വറക്കണം കേട്ടോ. ചെറുപടാന്ന് വെച്ചിട്ട് അതിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണത് മല്ലിപ്പൊടി ഇട്ടു മുളകും പൊടി ഇട്ടു കണ്ട വറുത്തരച്ച് വെക്കുന്ന സാമ്പാറിന് അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ലാസ്റ്റ് നമ്മൾ സാമ്പാർ വറുത്ത് കുറച്ച് കായപ്പൊടി ഇട്ടു കേട്ടോ. അപ്പുറത്ത് സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തപ്പോൾ അതിൽ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചു. വെണ്ടക്കായ വറുത്ത് പോയി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചൂടാറേണ്ട ശേഷം നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ ഞാൻ ഒന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിനായിട്ട് കാളം കുറുക്കിയിട്ട് കാളം കുറുക്കിയതാണ് ഈ കാണുന്നത്. ഒരു തുണ്ട് നമ്മൾ ഈ അവിയലിൻ്റെ കഷ്ണത്തിൽ നിന്ന് ചേനയുടെ നിന്ന് തുണ്ട് ചേനയും പിന്നെ നേന്ത്രക്കായിൽ നിന്ന് തുണ്ട് നേന്ത്രക്കായ എടുത്തു. അത് അവിയൽ കാളം കുറുക്കിയിട്ട് അങ്ങനെ നമുക്ക് അവിയലിൻ്റെ കഷ്ണത്തിൽ നിന്ന് തന്നെയാണ് ഈ കാളം കുറുക്കിയത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാളം കുറുക്കിൽ കഴിഞ്ഞു. ഒരുപാട് വറ്റിച്ചില്ല, മൺചട്ടിയിൽ ഇരിക്കണം. അപ്പോൾ തന്നെ വറ്റുള്ളൂ കേട്ടോ. പിന്നെ അവിയലുണ്ടാക്കിയിട്ട് പെട്ടെന്ന് എത്ര പെട്ടെന്നിടത്തോളം കഴിയും അത്രയും പെട്ടെന്നായിട്ട് നമ്മുടെ പണികൾ ഓരോന്നായിട്ട് അവിയലൊക്കെ നമ്മൾ ഉണ്ടാക്കൽ കഴിഞ്ഞു. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ട്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് കൂട്ടുകറിയില്ലേ, ഈ വറുത്തരച്ച കൂട്ടുകറി, നല്ല ചിക്കൻ കറി, നല്ല സത്യമായി ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ മസാല കറി? ശരിക്കും ആട്ടിറച്ചിയുടെ മണല്ലേ കറി, അടിപൊളി കറിയായിരുന്നു. അത് കറിപ്പ് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു കറി, നല്ല ആട്ടിറച്ചിയുടെ മണം കേട്ടോ ഈ ഒരു കറിക്ക്. അങ്ങനെ അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പായസം എന്ത് വയ്ക്കുമെന്ന് വെച്ചിരിക്കുമ്പോൾ സേമിയ പായസം വയ്ക്കാം. പിന്നെ ഷെബി പറഞ്ഞ പാലട ഞാൻ മേടിച്ചിട്ട് വരാൻ കേട്ടോ. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പുതിയ ഒരു വിഷമം തോന്നിയിട്ട് ശർക്കര പായസം ഇല്ലല്ലോ. എനിക്ക് എന്തൊക്കെയാണ് ശർക്കര പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ സേമിയ എടുക്കാൻ പോയപ്പോഴാണ് പൊന്നു വീട് മാറി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഒരു പരിപ്പ് പ്രഥമത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അങ്ങനെ നമ്മൾ സേമിയയുടെ ഒക്കെ പേരില്ലേ പാല് മാത്രം വെച്ചിട്ട് അത് ഇട്ടില്ല അങ്ങനെ സെറ്റായിട്ട് അങ്ങനെ കേട്ടോ. ആ പാക്കറ്റ് വെട്ടി 2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഈ പൊടി ഇട്ടു. വയ്യാണ്ടായി ഇപ്പം അതുണ്ടായത്. സത്യം വേണ്ടിയിരുന്നില്ല.
സദ്യ ഉണ്ടാക്കിയാൽ എനിക്ക് തല ഭയങ്കര വേദനയായി മൈഗ്രൈൻ്റെ തലവേദനയായി പിന്നെ കാലൊക്കെ ഭയങ്കര അടുക്കളയിലൊക്കെ ഇത്ര നേരം നിൽക്കുമ്പോൾ കൂട്ടി വെക്കണം 10-11 തരം 10 അച്ചാറ് പൊളിഞ്ച് കഴിച്ചിട്ട് ഒരു 9 തരം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പായസം ഒക്കെ സെറ്റ് ചെയ്ത് പരിപ്പ് പ്രധാനം പിന്നെ സേമിയ പായസം ഉണ്ടാക്കാൻ കുഞ്ഞൊന്നും ഉണ്ടാക്കാം കുഞ്ഞൊന്നും ഉണ്ടാക്കാൻ പഠിക്കുന്നില്ല അഞ്ഞൂറൊക്കെ ഉണ്ടാക്കിക്കോ എന്നിട്ട് അടിച്ചിട്ടാ സഹായിച്ചു കഴിഞ്ഞാൽ അടക്കള അടിച്ചിട്ടാ മതി ഹാള് ഞാൻ തുടച്ചു ഹാളും അടക്കളയും കുഞ്ഞു സെറ്റാണ് മാത്രം അടിച്ചു തുടച്ചാൽ അടക്കള മറ്റൊന്നും അടിച്ചാൽ തുടക്കണ്ട അടിച്ചിട്ടാ അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം വറ്റുക എന്നിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ട് ഈ ഉരുളിയിലിരിക്കുന്നത് അതാട്ടോ ഒരു എനിക്ക് തോന്നുന്നു 2 3 ഉള്ളവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓണത്തിനൊക്കെ നമുക്ക് ധാരാളം നമ്മൾ ഇത്ര തന്നെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് കൂടുതൽ ഞങ്ങൾ കുറേശ്ശേ കഴിക്കണം ഓരോ ടീസ്പൂണാണ് ഞങ്ങൾ കഴിക്കണം ഇപ്പോഴും ഞങ്ങൾ അതായത് ഒരു പാത്രത്തിൽ തരി ഒരു ചെറിയ കുപ്പിയിൽ 3 ഗ്ലാസ് ഉണ്ടാവും ഒരു ചെറിയ പാത്രത്തിൽ വേറൊരു ചേട്ടന് നമ്മൾ കൊടുത്തയച്ചു കേട്ടോ ആ ചേട്ടന് വേണ്ടിയിട്ട് പായസം കുറച്ച് കൊടുത്തയച്ചു അപ്പം എന്നിട്ടും ഞങ്ങളുടെ അത് ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേശ്ശേ അത് കഴിക്കണം ഒരുപാടൊന്നും നമ്മൾ അങ്ങനെ കഴിക്കില്ല കേട്ടോ പിന്നെ എനിക്ക് വയ്യാണ്ടായപ്പോൾ പൊന്നു പറഞ്ഞു അമ്മ പോയി കിടന്നു ബാക്കിയൊക്കെ ഞാൻ ചെയ്യാനും പൊന്നു അനിയേട്ടും കൂടി ബാക്കി കിച്ചൺ വൃത്തിയാക്കലും കാര്യങ്ങളും വില മുറിക്കലും ഇതൊക്കെ അനിയേട്ടനും പൊന്നും കൂടിയിട്ട് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ പൊന്നു പറഞ്ഞു ഞാൻ അനിയേട്ടൻ പറഞ്ഞു സേമിയ പായസം ഉണ്ടാക്കണം പാലയുടെ ഷെബി മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കുണക്കമണിക്ക് നൂൽപ്പായസമായിരുന്നു അപ്പോൾ പിന്നെ പാലൊക്കെ ഞാൻ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നു പറഞ്ഞു പാല് കാഴ്ച വെച്ച് തരാൻ പറഞ്ഞ് പായസം ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടില്ല ഞാൻ ഉണ്ടാക്കിയോളാം എന്നിട്ട് പൊന്നു അതിന് സേമിയ പായസം ഉണ്ടാക്കാൻ പൊന്നു നിന്നോട്ടോ അങ്ങനെ നമുക്ക് ചുമ്മാ പറഞ്ഞ 3 കൂട്ട് പായസം രാവിലെ സരിച്ചോട് ഷെബി പറഞ്ഞില്ലേ അമ്മയുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് 3 കൂട്ടം പായസം സത്യം പറഞ്ഞാൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതല്ല സേമിയ പായസം മാത്രമേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുള്ളൂ എനിക്ക് പിന്നെ വിഷം നാളികേരൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷം ശർക്കര പായസം വേണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുറയൊന്നും കഴിക്കില്ല 1 ടീസ്പൂണ് കഴിക്കുക എന്നാലും ആ ശർക്കര പായസം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ ഒരു ടീസ്പൂൺ ഞാൻ പായസം കഴിക്കാൻ ഞാൻ ഗ്ലാസ്സിലോ കാലിനൊക്കെ ഇലയിൽ നമ്മൾ സദ്യ കഴിച്ച ഇലയിൽ അല്ലേ ആ സദ്യ കഴിച്ച ഇലയിൽ പപ്പടം പൊട്ടിച്ചിട്ടാണ്ട് കുഴക്കുക അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ചാറും കുളിക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ ചെയ്യണത് കുളിക്കുമ്പോൾ ഇപ്പൊ ഉണ്ടല്ലോ പായസം ഇലയില കഴിക്കുന്നത് ഇലയിൽ കഴിച്ചിട്ട് അച്ചാർ ഇടയിൽ നക്കുന്നത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു പായസം കുടിക്കുന്ന എൻ്റെ ഇടയിൽ അച്ചാറും നക്കുന്നുണ്ട് സാമ്പാറും നക്കുന്നുണ്ട് കുണിക്ക് ഞങ്ങളുടെ പോലെ കേട്ടോ തരി ഫുഡ് കഴിക്കണേ ഭയങ്കര ആസ്വദിച്ചിട്ട് കഴിക്കുന്നില്ല അവൾ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് നല്ല രസത്തിൽ ഭയങ്കര ഒരു കൗതുകം തോന്നിയില്ലേ അവൾക്ക് സാമ്പാർ ഭയങ്കര സാമ്പാർ ഇരുന്ന് നക്കി കുടിച്ചിരുന്നു കേട്ടോ നക്കിയിട്ട് ചാറ് ഒഴിക്കുക ഇലയിൽ ഇരുന്ന് നക്കുക കുടിക്കുന്നിട്ടാ അങ്ങനെ നമ്മുടെ പൊന്നിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സേമിയ പായസം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് അധികം മധുരമൊന്നും വേണ്ട കേട്ടോ മധുരമൊക്കെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി അതും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സദ്യയും കാര്യങ്ങളൊക്കെ റെഡി ആയി അപ്പോൾ പൊന്നു രണ്ട് പായസത്തിനോട് ഞാൻ പൊന്നിനോട് പറഞ്ഞു ഒരുമിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടാൽ മതി പൊന്നു 2 ട്രിപ്പ് പക്ഷേ പൊന്നു ഒതുക്കിയതുകൊണ്ട് 2 ട്രിപ്പായിട്ട് തന്നെയാണ് വറുത്ത് കോരിയിട്ടത് കേട്ടോ ഒക്കെ ഒരേ സാധനം തന്നെയല്ലേ പിന്നെ നാളികേരക്കൊത്തൊന്നും ഇടുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഇട്ടൊന്നുമില്ല ഒന്ന് പറയാം പരിപ്പ് പായസത്തിൻ്റെ കൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഏത് കമ്പനിയാന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ എന്നാലും നെസ്റ്റോന്നാ മേടിച്ച് പൊന്നു ഇനി പോകുമ്പോഴേക്ക് ആ പാക്കറ്റ് കണ്ടേക്കാണ് പക്ഷെ ഞാൻ വായിച്ചില്ല ഏതാന്ന് വായിച്ചില്ല സത്യം പറയാലോ എന്ത് എളുപ്പമാന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് കല്യാണത്തിന് പോയപ്പോഴേ പണ്ടത്തെ ആ പരിപ്പ് പ്രഥമത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എവിടെ പോയിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ 2-4 കല്യാണങ്ങൾക്ക് നമ്മൾ പോയി വലിയ കല്യാണമാണ് തന്നെ പക്ഷേ പരിപ്പ് പായസം ഉണ്ടെങ്കിലും പണ്ടത്തെ പരിപ്പ് പായസത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഈ ഒരു സാധനം ഒരു രക്ഷയില്ല നല്ല നാളികേരപ്പാലിൻ്റെ ടേസ്റ്റും കാര്യവും നെസ്റ്റോ എന്നാണ് ഇതിൻ്റെ കൂട്ട് മേടിച്ച് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്ക് 2 ആൾക്കൊക്കെ മേടിക്കുന്നവർക്ക് സൂപ്പറായിട്ട് ഉണ്ടാകട്ടെ അങ്ങനെ ഞങ്ങളുടെ സദ്യ വിളമ്പാള ഇലയൊക്കെ ഇട്ടു കേട്ടോ
സത്യം പറഞ്ഞാൽ ഓണത്തിന് ഞാൻ സദ്യ വിളമ്പാൻ നിൽക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ കുനിയുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മടി കൊണ്ടല്ല മനസ്സിലായി. കണ്ട ഇങ്ങനെയൊക്കെ ഒരു വർഷം കുനിഞ്ഞ് നീവരാന്ന് പറഞ്ഞാൽ 8ന്റെ പണിയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് മേശയും ഇന്ന് കഴിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് കഴിച്ചു. ഞാൻ എൻ്റെ അനിയനും കൂടിയിട്ട് ഒറ്റയ്ക്ക് നമുക്ക് 2 വിരുന്നുകാരുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവരും കൂടി ആയപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വേണം, അപ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇവർ ഈ മേശമേ മക്കളും 2 നമ്മുടെ കസിൻസാട്ടോ, അവരും കൂടിയിട്ട് ഈ മേശമിരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ അപ്പുറത്ത് മേശമിരുന്ന് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇടയിൽ കണ്ടാ സദ്യ ഞങ്ങൾക്ക് ഒരല്ല മതി. അങ്ങനെ 9 തരം കറി ഉണ്ടാക്കി. പിന്നെ പുളിയിഞ്ചി നമ്മുടെ ഓണത്തിന് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ നമ്മൾ മേടിച്ചതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ സദ്യ കഴിക്കണമെങ്കിൽ നിലത്തിരുന്ന് കഴിച്ചാൽ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റാട്ടെ. എനിക്ക് മേശം ഇന്ന് കഴിക്കണമെങ്കിൽ തരിയൊക്കെ നമുക്ക് കഴിക്കാട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കും. ഞാനും അന്വേട്ടും നമ്മുടെ കാർത്തുമോളും കൂടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കാർത്തുമോൾക്ക് തരി കൊടുത്തു. പിന്നെ അവൾ വായ തുറക്കില്ല. 2 ഉള്ളു വന്നാൽ പിന്നെ അവൾ വായ തുറക്കില്ല. അവൾക്ക് ഞാൻ കുറച്ചൊക്കെ വായ കഴിച്ച് കൊടുത്തു, പക്ഷെ അവൾ കഴിക്കുന്നില്ല. അങ്ങനെ പൊന്നു പറഞ്ഞു അമ്മ സമാധാനമായിട്ട് കഴിക്കും. അങ്ങനെ പിന്നെ ഞാനും അന്വേട്ടം എനിക്ക് വായ കഴിച്ചതും ഞാൻ അന്വേട്ടനും വായ കഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൽ കുണിക്ക് എന്തോ പറഞ്ഞ് തല്ലുണ്ടാക്കി. ആ കുണിക്ക് ഒറ്റയ്ക്ക് ഇതിലിരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കൾ അവിടെ ഇരുന്ന് വെച്ചാൽ ഇതിൽ അച്ഛനും അമ്മയും കഴിക്കാറുണ്ട്. അത് അവൾക്ക് പറ്റിയില്ല. അതിന് അവള് തറവാടി അതിന് പിന്നെ കാരണം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനത്തെ ചെയ്തു പോയാലും അവൾ കുറച്ച് നേരം കുറ്റബോധമുള്ള ആളാണ്. അപ്പം ഞാൻ വേണ്ട കഴിക്കണ്ട. ഞാൻ എല്ലാവരും കൊടുത്തു. കുണുക്കുമ്പോൾ അവിടെ ഇരിക്കുന്നതാണ്. ഞാൻ ഒരു ഉരുള ചോറത്തിൽ കുണുക്കുമ്പോൾ കൊടുക്കാൻ പോയത് കേട്ടോ. കുണിക്കുമ്പോൾ വായ കാണിച്ചില്ല. പക്ഷെ ഇപ്പം വരും എവിടെ പോവാൻ പറയില്ലേ ചെമ്മീൻ ചാടി ചട്ടിയോളം അത് കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ കുണിക്കുമ്പോൾ ചാടി എവിടെ വരുത്തും. അങ്ങനെ ഉള്ള ചോറ് ഞാൻ എൻ്റെ അതിനോട് ആസ്വദിച്ച് അങ്ങോട്ട് ഇരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഒരു ഇലന്ന് കഴിക്കുന്നത് ഏറ്റവും രസമല്ലേ? അല്ല ഒരു കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ പളനി പോയിട്ട് അങ്ങനെ ശരിയാ. നല്ല ഓർമ്മയുണ്ട് കൊച്ചിക്കല്ല. ഇനി ഇങ്ങനെ നമുക്ക് എല്ലാ വിശേഷം നമുക്ക് ഒരു ഇലന്ന് കഴിക്കാം. ഓക്കെ ഇനി എല്ലാ വിശേഷങ്ങളും നമുക്ക് ഒരു ഇല മതി, 2 ഇല വേണ്ട. നമ്മൾ നിർത്തി നിരോധിച്ചു. കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഗതിയില്ലാത്തത് അങ്ങനെ കഴിക്കുക. അങ്ങനെ പൊന്നിനോട് ഞാൻ പൊന്നു നീ ഭക്ഷണം കഴിച്ചോ, കാർത്തുമോളനെ ഇങ്ങോട്ട് തന്നു. അവിടെ ഇങ്ങോട്ടും പോയില്ല. അവളിങ്ങനെ കുറേ നേരം ബാക്കിൽ നിന്ന് കണ്ട 1 ടീസ്പൂൺ പായസം തന്നെ ഒഴിച്ച് പരിപ്പ് 1 ടീസ്പൂൺ എനിക്ക് വെച്ച് ഇതാണ് കഴിച്ചത്. ഇനി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് പാലട ഒഴിക്കുന്നുണ്ട്. ഇതേപോലെ ഓരോ ചെറിയ കയ്യിൽ പാലട പൊന്നു കൊടുന്ന് ഒഴിച്ചതിൻ്റെ അതും കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറേശ്ശെ വേണ്ട, ഒരുപാടൊന്നും വേണ്ട. പക്ഷേ ഉള്ളത് തന്നെ വേണ്ട. കൈയൊക്കെ നക്കി ആസ്വദിച്ചേക്കും. ഇതിന് നെഗറ്റീവ് പറയണ്ട, അതൊരു ഇഷ്ടം. അതിൻ്റെ ഒരു 1.5 ഒഴിച്ചു കൊടുത്തു. ഞാനും 1 ടീസ്പൂൺ ഒഴിച്ചു. പിന്നെ പൊന്നു ഒഴിച്ചത് പൊന്നു ഞാൻ ഉണ്ടാക്കിയ സേമിയ പായസം കഴിക്കണില്ലേ ഇന്ന്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ശോഭയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ശോഭയിൽ വന്നിട്ട് ശോഭ നമുക്കിപ്പോൾ ഒരു തറവാട് വീട് പോലെയായിട്ട് ശോഭമാള ശോഭ സിറ്റിയാണ് കേട്ടോ ശോഭമാള്. അത് നമ്മൾ എന്തൊരു കാര്യം പാചകം പണിത് അങ്ങോട്ടായിട്ട് വേറെ ഒന്നല്ല. നമ്മൾ വീട്ടിലെ ഒറ്റയ്ക്ക് കുറേ ലൈറ്റ് ബലൂണൊക്കെ വീർപ്പിച്ച് പിന്നെ വീട് ക്ലീൻ ആക്കുക. ഇത് തന്നെ പണിയൊന്നും. അവരെന്തായാലും കറണ്ടിൻ്റെ കാശ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തിൽ ഇതിട്ട് അപ്പോൾ ഒരു 400 പിന്നെ ഒരു 100-600 ഫുഡ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ കുശാലായി കഴിയും. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോയി. അങ്ങനെ ഷെബി പോയിട്ട് പിസ്സ മേടിച്ചു കൊടുത്തിട്ട് കുണിക്ക് പിസ്സ വേണം. അപ്പോൾ ഷെബി പൊന്നും പോയിട്ട് പിസ്സ മേടിച്ചു കൊടുത്തു. പിന്നെ അവർക്ക് എന്നിട്ട് ഫ്രൈഡ് ചിക്കൻ 2 പീസ് ഇട്ടാണ്. ഒരെണ്ണം കുണുക്കനും ഒരു കുണിക്ക്. ഞങ്ങൾ ആരും ഫ്രൈഡ് ചിക്കൻ തിന്നില്ല. പിസ്സ എല്ലാവരും കൂടി കഴിച്ചു. എന്നാലും നമുക്ക് ഞാനും എന്നോട് 1 പീസ് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഒരുപാടൊന്നും ഉണ്ണികൾക്ക് കുണിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ 2 നെയ്ച്ചോറ് മേടിച്ചു. ഇതാണ് ഞങ്ങൾ ആകെ മേടിച്ച ഫുഡ്. അത്രയ്ക്ക് തന്നെ കയറുള്ളൂ. ഒരുപാടൊന്നും ഞങ്ങൾക്ക് ഈ പറഞ്ഞത് കയറില്ല. പൊന്നും ഷെബിയും ഒരു നെയ്ച്ചോറ്, ഞാനും അന്വേഷനും കുഞ്ഞിനും കൂടിയിട്ട് 1 നെയ്ച്ചോറ് കഴിച്ചു. കുണിക്കും ഓരോ ഫ്രൈഡ് ചിക്കനും പിന്നെ അത് കഴിച്ചിട്ട് അങ്ങനെ കേക്ക് പൊളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഈ പിറന്നാൾ ആഘോഷിക്കുന്നത്. ആ ശോഭ സിറ്റിയൊക്കെ പോകുമ്പോഴൊരു ഗുണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് പിറന്നാൾ. നമ്മൾ ക്ഷണിച്ചില്ലും ഒരുപാട് തരം ഫുഡ് ഉണ്ട്. ഇപ്രാവശ്യം അല്ല ഞങ്ങൾ പോകുമ്പോൾ നേരെ വൈകുമ്പോൾ കടകളും കാര്യങ്ങളൊക്കെ അടച്ചാലും നമുക്ക് ആർക്കും കേക്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി എന്താ പറയുക കേക്ക് അവിടെ വെച്ചു. അത് വീട്ടിൽ കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു അത്ര. അത് ഞങ്ങൾ ഷോപ്പ് സിറ്റി പോയി വരുമ്പോൾ
മുതുവറ വെച്ചിട്ട് പോലീസ് ചെക്കിങ് ഉണ്ട്. കുറേ പിള്ളേർ സെന്നെ പിടിച്ചിട്ട് നമ്മുടെ വണ്ടിക്കും കൈ കാണിച്ചിട്ട് കൈ കാണിച്ചു വന്നു. എന്തോ ഒരു ചെക്കിങ് ആണ് അവിടെ, എന്തോ ഒരു ഇത് കിട്ടിയതിൻ്റെ ചെക്കിങ് ആണ്. അപ്പോൾ വന്നിട്ട് ഒരു പോലീസുകാരൻ എന്തോ ചോദിച്ചു എവിടെ പോയി വരും. അപ്പോൾ ശോഭ സിറ്റി, എന്താ പേര്, ഫോൺ നമ്പർ, കാരണം എവിടേക്കാണ് പോകുന്നത്, വീട്ടിലേക്ക് മൂന്നാളത്താണ് വീട് എന്നൊക്കെ പറഞ്ഞു. അവനോട് ഡിക്ക് തുറക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിക്ക് തുറങ്ങിയപ്പോൾ SI വന്നു കേട്ടോ. SI വന്നിട്ട് ഡിക്കൊക്കെ തുറന്നപ്പോൾ കേക്കൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ മുറിച്ചിട്ട് എന്താ പ്രത്യേകത വെച്ചു. അപ്പോൾ ഷെബി പറഞ്ഞു അമ്മയുടെ പിറന്നാളാണ്. ഇതിലാരുടെ പിറന്നാൾ? അപ്പം ഞാൻ കൈ കാണിച്ചു എൻ്റെ പിറന്നാളാണ് ഉള്ളിൽ നിന്നിട്ടാ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു, വിഷ് ചെയ്തു. ബർത്ത്ഡേ ഒക്കെ നന്നായി ഇല്ലേ ചോദിച്ചു. ഞങ്ങൾക്ക് കേക്കില്ല ചോദിച്ചു. അപ്പം ഞാൻ സാറ് കേക്ക് തരാമെന്ന് പറഞ്ഞു. വേണ്ടേ ചുമ്മാ ചോദിച്ചു, ഭംഗിക്ക് ചോദിച്ചതാണോ. അപ്പോൾ വീണ്ടും ഒരു 3-4 ശേഷം ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. സാറ് കുടുക്കനും കുടുക്കിക്കൊക്കെ താറ്റ എന്നിട്ടാണ് കേട്ടോ നമ്മളതിന് വിട്ടത്. പിന്നെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഒരു ഉമ്മ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. അത് ഞാൻ ചോദിച്ചു മേടിച്ചു, അല്ലെങ്കിൽ തരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത് ശോഭമല്ല അയ്യാനാണ്ട് സ്വീകരിക്കും. അല്ല അത് അതൊരു മൂഡ്, നമ്മുടെ ഒരു മൈൻഡ് പോയില്ലോ. ആ ഒരു കടയിലത്തെ ഒരു കടയിൽ നമുക്ക്, നമ്മുടെ ബാക്കിലത്തെ കടയിൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം. ആ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്ന ആ കടക്കാരനല്ലേ അവിടെ, അല്ല ഇപ്പുറത്ത് ഈ ചെക്കൻ, ഈ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പുറത്ത് ഒരു ബ്ലാക്ക് ഡ്രസ്സ് എടുക്കുന്ന ചെക്കനുണ്ടോ, അവൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഒരു നോട്ടത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അതിൽ ചർച്ചയിൽ അജുവേട്ടനും ഷെബിക്കകത്ത് കേട്ടപ്പോൾ ഇറിറ്റേഷൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനിൽ അവർ ഇരുന്ന് പോയത് കേട്ടോ. ആ ഷോപ്പിൽ ഇവർ ചോദിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ചോദിച്ച് പിടിച്ചിട്ട് ആ ചെക്കൻ്റെ ജോലി കളയണ്ടല്ലോ. അവര് നമ്മളെ ഇഷ്ടമല്ലേ ഏത് കടയിൽ നിന്ന് എന്ത് മേടിക്കുന്നത്. അപ്പം അത് നമ്മൾ ആ കടയിൽ നിന്ന് അവൻ മേടിക്കാൻ വേണ്ടി കാണിച്ചപ്പോൾ പൊന്നു പറഞ്ഞു വേണ്ട, നമുക്ക് എന്ത് ഫുഡ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ആ ഫുഡ് മേടിക്കാൻ പൊന്നു പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നിന് പിന്നിൽ ഞാൻ നിൽക്കുന്നത് അവൻ കണ്ടില്ല. പൊന്നു വേണ്ടാണ്ട് പൊന്നും കുണിക്കിന് കൈ പിടിച്ചപ്പോൾ അവർ ആക്ഷൻ കാണിച്ചു. പൊന്നുവിനെ വേണ്ട പറഞ്ഞു പോയതിനൊരു ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി എൻ്റെ അടുത്ത് ഒരാളോട് ഞാനൊന്ന് നോക്കി. അപ്പോൾ അവൻ എന്നോട് ഫുഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിയുമ്പോൾ അവൻ്റെ പിന്നിലൊരു ആക്ഷൻ. അത് നമുക്കറിയാലോ, നേരിൽ പോലെ നമുക്കറിയാലോ, നമ്മളും ചോറന്നല്ലേ തിന്നണ്. അപ്പോൾ ഇത് ആ ചെക്കൻ, ആ കമ്പ്യൂട്ടറിന്റെ ബാക്കിലുള്ള ചെക്കനാണ് കേട്ടോ അങ്ങനെ കാണിച്ചത്. അതല്ല, അപ്പം അതിൻ്റെ ഇറിറ്റേഷൻ അനുവായിരുന്നു. ഷെബിക്ക് ഭയങ്കരമായിട്ട് പരിപാടി കഴിഞ്ഞ് വരുന്ന വരെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കരഞ്ഞത് വേറെ ഒന്നുമില്ല. ഞാൻ കുഞ്ഞ് വന്ന് കേക്ക് വന്നപ്പോൾ ഞാൻ അടുത്തോടെ ഞങ്ങളിവിടെ പിറന്നാൾ ആവശ്യപ്പോൾ കുഞ്ഞ് കൊടുങ്ങല്ലൂരുണ്ടാവും എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുഞ്ഞ് പിന്നെ ഒരു ഫുഡ് അടിപൊളി കിട്ടുന്നത് ഞാൻ ചേർസ് കളിയിൽ അമ്മയുടെ പെരുന്നാളത്തെ പിറന്നാൾ തലേ ദിവസം ഞങ്ങൾ വരും കേട്ടോ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഈ പ്രാവശ്യത്തെ കൊല്ലത്തെ ബർത്ത്ഡേക്ക് അടിപൊളിയായി. പക്ഷേ ഇന്ന് ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ, കുണിക്കാർത്തിന് കുറച്ച് പനിയും കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഒരു ടെൻഷനും കാര്യമായിട്ട് ഇരിക്കുകയാണ്. നാളെ പൊന്നിൻ്റെ ഷെബിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. നമ്മളൊന്നും മേടിച്ചില്ല. ഒന്ന് ചുരിദാർ മേടിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചാൽ അവൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ നാളെ രാവിലെ എണിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതേ പിസ്സ കടിച്ചു വരുമ്പോൾ ഞാനും എന്നോട് ഒരു പീസ. അപ്പോൾ ഞാൻ കടിക്കാൻ പറഞ്ഞിട്ട് നീ അപ്പുറത്ത് കടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കടിച്ചിരുന്നത്. അങ്ങനെ ഒരു പീസിൽ ഞാൻ എന്നും സംതൃപ്തിയായിട്ട് അങ്ങോട്ട് ഒരു കടിയായിട്ട് കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ നെയ്ച്ചോറാണ് കഴിക്കാൻ പോണത്. സത്യം പറയുള്ളൂ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഒരുപാട് വർഷമൊന്നും എന്നെ ഓർമ്മ വെച്ച് പിന്നെ എൻ്റെ പിറന്നാൾ ഒരിക്കൽ ആഘോഷിച്ചിട്ടുള്ളത് പൊന്നൂന് ഗർഭമുണ്ടായിരിക്കുമ്പോൾ മാമന് എൻ്റെ ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് മുറിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഓർമ്മ. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേയുടെ ദിവസം അച്ഛൻ വല്ല ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഫുഡ് മേടിച്ചു തരും. അത്ര തന്നെയുള്ളൂ. ഒരു കോടി ഡ്രസ്സ് മേടിച്ചു. കേക്ക് കട്ട് ചെയ്യണമെന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കറിയില്ല. പിന്നെ ഞാൻ പൊന്നിൻ്റെ കുഞ്ഞിനും ഞാൻ പ്രസവം ശേഷം അവരൊരു ബർത്ത്ഡേ അങ്ങനെയാണ് പിറന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ട് വീടെത്തി. അപ്പോൾ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നല്ലൊരു സദ്യ കഴിച്ചു. പിന്നെ ഒരു കേക്ക് മേടിച്ചു. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നെസ്റ്റോലത്തെ കേക്ക് നല്ല കേക്കാട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് റേറ്റും ഇല്ല. അപ്പോൾ നമ്മൾ കേക്ക് അവിടെ നിന്ന് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് അവിടെ നിന്ന് മേടിക്കുന്നത്. നെസ്റ്റോലെ കേക്ക് നല്ല കേക്കാണ്, വലിയ റേറ്റും കാരണമൊന്നുമില്ല. കുട്ടീനോടാണ് ആൾക്കാർ വിചാരിച്ചേ കുണിക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ടപ്പോ കുണിക്കിടെ പിറന്നാളാന്ന് വിചാരിച്ചു. സുന്ദരി പെണ്ണായിണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ വിചാരിച്ചു കേക്ക് മുന്നിൽ വെച്ചിരുന്നപ്പോ കുണിക്കിടെ പിറന്നാളാണെന്ന്. അവിടുന്ന് പോകുമ്പോ എന്താ പറഞ്ഞ ഉടുപ്പ് കുത്തുന്നുണ്ട് അല്ലേ? അതാണ് നേരത്തെ ഒരു ശീലക്കേടായിരുന്നു. നമ്മളതൊക്കെ പറയില്ല. പിന്നെ
അത് ചേട്ടനും പറയാറുണ്ട് കേട്ടോ. അത് കുത്തണതാണ്, വളയണതാണ്, മുള്ളാണ്. അങ്ങനെ ഞങ്ങളുടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അന്യമായിട്ട് എടുത്തു തന്നു ചുരിദാർ. 2 ചുരിദാറുണ്ട് മെറ്റീരിയൽ എടുത്തു തന്നു, 2 അടിച്ച് കിട്ടിയിട്ടാ. അപ്പോൾ നമ്മള് കുടിക്കട പിറന്നാളിന്റെ വേറെ ഡ്രസ്സ്. അപ്പം റെഡിമെയ്ഡ് എടുക്കാൻ പോയി. റെഡിമെയ്ഡ് ഉണ്ട്, പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് മെറ്റീരിയൽ റെഡിമെയ്ഡിനേക്കാൾ എനിക്ക് മെറ്റീരിയൽ മതി. കാരണം ഞാൻ മെറ്റീരിയൽ പ്രശ്നം എടുത്തിട്ട് എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചുങ്കുടിയിൽ ചുരിദാർ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ എപ്രാവശ്യം നമ്മൾ റൈറ്റ് ആയിട്ടിട്ട് മടങ്ങിയത്. പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പല റേറ്റായിട്ട് നല്ല ചുങ്കുടിയിലിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 900 എത്ര സംതിങ് 1000-ൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച പോയി ഡ്രസ്സ് ഷേപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. ലെന്ത് കുഴപ്പമില്ല, കട്ട് ചെയ്താലും കുഴപ്പമില്ല. ആ ചേച്ചിയിൽ കൊടുക്കാനത്. അപ്പോൾ അതേ കറണ്ട് പോയാലും ഇൻവേർട്ടറിലാട്ടെ ബാക്കി ലൈറ്റ്. അപ്പോൾ നമ്മൾ ചുരിദാർ എടുക്കുന്നത് വേറെ എവിടെ നിന്നല്ല കേട്ടോ. ഒരുപാട് കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഒരുപാടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കോട്ടൺ ചുരിദാർ മേടിക്കുമ്പോൾ ചുരിദാർ മേടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഷാളിന് വലിപ്പം ഉണ്ടാവില്ല. ഷാള് ഷാളും കാരണം. പക്ഷെ ഇതുണ്ടല്ലോ അടിപൊളി മെറ്റീരിയൽ മേടിക്കാൻ. അപ്പം ഇനിയിപ്പോൾ ഇന്നലെ പറയുമ്പോൾ ഇവർക്ക് ഇത് ഫ്രീ കിട്ടിയതാട്ടോ, പ്രമോഷൻ പറയണത്. അതുകൊണ്ടാണ് ഫ്രീ കിട്ടിയതാണ്. ഞങ്ങൾക്ക് ഫ്രീ ഒന്നല്ലാണ്ട് ഞങ്ങൾ കാശ് കൊടുത്തിട്ട് മാന്യമായി ബില്ലടച്ചിട്ട് നമ്മൾ ചുരിദാറിന് 2 മീറ്റർ ബില്ല് കളഞ്ഞു. ആ കവറിലുണ്ടാവും. ചാവക്കാട് റിലയൻസ് എന്നാണ് കേട്ടോ. നമ്മൾ ചുരിദാർ എടുക്കണം എന്ന് വിചാരിച്ചാൽ അത് അവിടുത്തെ ഒന്നല്ല, നമ്മൾ കയറാറും കൂടി ഇല്ല അവിടെ. അത് ആ ഡ്രസ്സ് അടിക്കണോടത്ത് ആ കവറിൽ ഡ്രസ്സ് ആക്കി തന്നതാണ്. അപ്പൊ അതല്ല, ഞാനിപ്പോ ചുരിദാർ എടുക്കണം എന്ന് ഞാനും പൊന്നും വിചാരിച്ചു. ഞാൻ ആദ്യം നമ്മൾ ഓടി എത്തുന്നത് ചാവക്കാടുള്ള റിലയൻസിലേക്കാണ്. 10 കിലോമീറ്റർ ദൂരമുള്ളൂ. 10 കിലോമീറ്റർ ദൂരത്തിനേക്കാൾ ഉപരി നമുക്ക് ചുരിദാർ നമ്മൾ മനസ്സിലാണെങ്കിൽ ചുരിദാറും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയതും ഉണ്ട്, ഒതുങ്ങാത്തതും ഉണ്ട് കേട്ടോ. പല റേറ്റിലുള്ള ചുരിദാറുകളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വരുന്നത് 900-ൻ്റെ ഉള്ളിലാണ് കേട്ടോ. കോട്ടൺ ചുരിദാറിൻ്റെ ഒക്കെ 1000-ൻ്റെ ഉള്ളിലും ഇഷ്ടം പോലെ മെറ്റീരിയൽ ഉണ്ട്. അതും ഞാൻ പറഞ്ഞ ഈ ചില റേറ്റ് 1000 എല്ലാം കൂടിയിട്ട് കഴിച്ച് ഛർദിക്ക് കൊണ്ടൊക്കെ നാളെ കുടിക്കുക. ചില സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ 1000-ൻ്റെ ഉള്ളിൽ ചില മെറ്റീരിയൽ അത്ര നല്ല കോട്ടൺ ആയിരിക്കില്ല, ഷാളിന് വലിപ്പമുണ്ട്. പല പ്രശ്നങ്ങളും എനിക്ക് ഒരുപാട് എടുത്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള കേട്ടോ. പക്ഷേ അടിപൊളി മെറ്റീരിയലാണ്. പറയാമല്ലോ, ഇവർക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാനവർക്ക് ഗൾഫിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് ഓൾ കേരളമൊന്നുമല്ല ഓൾ വേൾഡാണ് തോന്നുന്നു സർവീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളേക്കും പ്രമോഷനോണ്ടല്ല ഫ്രീ കൊണ്ടോ അമ്മ പറയട്ടെ. അവിടുത്തെ എനിക്ക് ചുരിദാർ ഇപ്പം അവിടെ ചുരിദാർ എടുത്തതിന് ഒരു കുട്ടിയുണ്ട്. അവൻ്റെ ഒരു പെരുമാറ്റത്തിന്മേലാണ് കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ നമുക്ക് നല്ലത് തടിയുള്ളവർക്ക് എപ്പോൾ ചുരിദാർ കിട്ടാനും ആദ്യം ആ കുട്ടി മാത്രം തന്നെയായിരുന്നു നമ്മൾ പോകുമ്പോഴേക്കും അവൻ തന്നെയാണ് ചുരിദാർ എടുത്തരാൻ ഒരു മടിയില്ല, ഇഷ്ടം പോലെ എടുത്ത്. അപ്പോൾ ഫോണിൽ പർച്ചേസ് ചെയ്യാനും അവൻ തന്നെയാണ് ഇതിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കൊടുക്കാൻ ഉപകാരപ്പെടാം. അല്ലാണ്ട് പ്രമോഷനോ കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും പറയണ്ട. കാശ് കൊടുത്തിട്ട് അടിക്കൂലി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക തടിയിലൊക്കെ അടിച്ച് ശരിയാവണില്ലെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ നന്നാവുണ്ട് എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഇത് വേറെ ഒന്നും അർത്ഥങ്ങൾ കാണണ്ട. കാശ് കൊടുത്തിട്ട് തന്നെയാണ് അടിക്കുന്നതും കാശ് കൊടുത്തിട്ട് ചെയ്തുകൊണ്ട് മെറ്റീരിയലൊക്കെ ഞങ്ങൾ മേടിച്ചതിട്ടാ. അപ്പോൾ എന്താ വ്യാഴാഴ്ച കൊണ്ടുകൊടുത്തു നമുക്ക്. വ്യാഴാഴ്ച കൊണ്ടുകൊടുത്തു. ഇന്നേക്ക് എനിക്ക് 4 ചുരിദാർ അടിച്ചത്. അതാണ് 2 എടുത്തതാണ്. 2 അവരുടെ ഷോപ്പിൽ തന്നെ മെറ്റീരിയൽ. ഇപ്പം ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു മഞ്ഞ ചുരിദാർ മിക്ക ദിവസവും ഞാനിപ്പോൾ അത് ഇട്ടേന്ന് കേട്ടോ. എൻ്റെ അപ്പോൾ നിങ്ങൾ വില കൊടുത്ത് സാരി എടുക്കണോ അതിനൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. വില കൊടുക്കുന്ന സാരി എടുക്കണോ ചുരിദാർ എടുത്തിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷന് മാത്രമാണ് സാരി എടുക്കാറ്. നമ്മുടെ വീട്ടിലെ കല്യാണം, നാട്ടിലെ കല്യാണമൊന്നും എടുക്കാറ്, വീട്ടിലാരെങ്കിലും കല്യാണത്തിനാണ് നമ്മൾ സാരി എടുക്കുക. അത് നല്ല സാരി എടുക്കണം, അതിന് ചുരിദാർ ഇട്ട് പോയിട്ട്. അപ്പോൾ അങ്ങനെ സാരി നല്ലത് നമ്മൾ എടുക്കും. ചുരിദാർ എപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ വില കൊടുത്തിട്ടൊന്നും അങ്ങനെ ഞാൻ എടുക്കാറില്ല കേട്ടോ, സത്യം പറയാലോ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 1000-ൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഓക്കെ,
നമുക്ക് ഇത്രയും തട്ടിലൊക്കെ. അപ്പോൾ ഞാൻ അവർ മെറ്റീരിയലുണ്ട് 100-150 മീറ്ററിന് അത്രയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ. അത് ലൈനിങ് ഒന്നും ഇല്ലാണ്ട് അടിക്കുമ്പോൾ എത്ര റേറ്റും വരുന്നില്ല. അപ്പോൾ ഞാൻ 2-3 തുണി കാട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ ആ മഞ്ഞ മുന്നേ അടിച്ചു തന്നു. പിന്നെ ഇപ്പോൾ ഒരു മഞ്ഞ കൂടി ഉണ്ട്, പിന്നെ ഒരു കരുതിയില്ല, അതും അടിച്ച് വെച്ച് തന്നു. പൊന്നിനെ അടിപ്പിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചുരിദാർ ഉള്ളത് ഒരെണ്ണാലും കൂടുതൽ ഞാൻ അതിട്ടിട്ട് പോകും. ഞാൻ കൂടുതൽ ഇപ്പം അത് ഇട്ടിട്ട് അടക്കണം. ഇങ്ങോട്ട് കുഴപ്പത്തിന് അതിനായിട്ട് നീ ഇപ്പം ഇതന്നെ എന്ന് പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് പറയും, നമുക്ക് എങ്ങനെയും പോകുമ്പോൾ ഇട്ട് നടക്കുമ്പോൾ നമുക്കതൊരു സുഖം വേണം. ഇത്ര യാത്രകളും കാര്യങ്ങളും ഈ കോട്ടൻ്റെ കംപ്ലൈൻറ്റ് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഫ്രീ ആണ്. നമ്മൾ ഈ വർക്കുകൾ കല്യാണങ്ങൾക്ക് അത് ഇട്ടേ പറ്റും. പക്ഷേ അല്ലാതെ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും പോകുമ്പോൾ വർക്കില്ലാണ്ട് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ കോട്ടൺ ചുരിദാറുകൾ നല്ലതാട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതലും ഈ മുസ്ലിംസാണ് നല്ല ഭംഗിയുള്ള കോട്ടൺ ചുരിദാറുകളോട്ട് ഞാൻ കാണാറ് കേട്ടോ. അവരുടെ ഷാളൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ഇത് ഭംഗിയുള്ള ചുരിദാർ, കൂടുതലും മുസ്ലിംസ് ഒരു ഏജ് കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ നല്ല നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ചുരിദാറുകളും ഷാളൊക്കെ ഇട്ടിട്ട് ഞാൻ കാണാം. അപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ ഇഷ്ടപ്പെട്ട് പോയി ചോദിക്കുമ്പോൾ ഒക്കെയും 2000-ന് മുകളിലേക്ക് അതിന് ഇപ്പോഴത്തേക്കില്ല. ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ അടിപൊളി ചുരിദാർ 2000-3000 ആ റേഞ്ചിലേക്കാണ് നല്ല അടിപൊളി കോട്ടൺ നല്ല ഇഷ്ടം. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും പോകണ്ടല്ലോ, നമ്മൾ സാധാരണക്കാർ. അപ്പം 2 എണ്ണം ആ കുട്ടി എനിക്ക് അടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും 2 എണ്ണം. അങ്ങനെ എനിക്ക് ഈ പ്രാവശ്യം പിറന്നാൾ 4 ചുരിദാർ. ഒരെണ്ണം ഫാനും കാര്യങ്ങളൊക്കെ ഉള്ളത് 2 എണ്ണം എടുത്ത് തന്നു. പിന്നെ 2 എണ്ണം അവിടെ അടിച്ചു തരുമോ ചോദിച്ചപ്പോൾ അടിച്ചു തന്നിട്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്ക് അടിച്ചു തരുമെന്ന് അറിയില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ അന്നല്ലേ അന്നേട്ട് കൂടുതലും അപ്പം അച്ഛനോടൊന്നും പറയിപ്പിക്കാൻ സമ്മതിക്കില്ലാറ്. പക്ഷെ ഞാൻ ക്ലാരിറ്റി ആയിട്ട് പറയണത് അന്നേട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇടുന്നോണ്ടാണ് പറയുന്നതുകൊണ്ടാണ്. അയ്യോ അങ്ങനെയല്ല. ഇപ്പൊ എന്താ അങ്ങനെ എന്താ 64 അച്ഛനടുത്തോണ്ട് അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ കാര്യം പറഞ്ഞുതരാം. വൈറ്റ് ആണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ളത്. വൈറ്റും മുണ്ടും വൈറ്റും ഷർട്ടും വൈറ്റ് കുർത്തകളുള്ളത്. അപ്പോൾ ഈ മിണ്ടുമ്പോൾ എല്ലായിടത്തും ഇത് ഇട്ട് പോകുമ്പോൾ അത്ര ഒരു ഇതല്ല. പിന്നെ നമ്മൾ കഴുകിയാലും അപ്പോൾ ബ്രേക്കിലിങ്ങിനോടൊന്നും കാര്യങ്ങൾ അതൊക്കെ കുറച്ച് കൂടുതൽ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് സ്ഥലത്തേക്ക് പോകുമ്പോൾ വൈറ്റ് ഇടാം. എല്ലായിടത്തും തൊട്ടടുത്തേക്ക് പോകുമ്പോൾ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഉണ്ട് കാണുന്നുണ്ട് ബ്ലാക്ക് കുർത്ത. അതൊരു മഞ്ഞ മഞ്ഞ പിന്നി ഇട്ടിട്ടിട്ട് കഴുകി അത്രയും യൂസ് ചെയ്ത് പിന്നെ അതൊക്കെ ഒരു നീലുണ്ടാകും. അതൊക്കെ അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് 69 രൂപയും അങ്ങനെ 120 രൂപയൊക്കെ ആയിട്ട് 2-3 കുർത്തയുടെ തുണികൾ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അത് അടയ്ക്കാൻ കൊടുക്കണം. അതെന്താ വെച്ചാൽ അതിനാണ് എപ്പോഴും നമ്മളിപ്പോൾ കുണുക്കിനുണ്ടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യമെങ്കിൽ പുറത്ത് പോകാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അങ്ങനെ ഇപ്പോൾ വീട്ടിൽ ഡെയിലി ഇടാനുള്ള ഷർട്ട് ഇല്ല എൻ്റെ. അപ്പോൾ അങ്ങനെ ഒരുപാട് റേറ്റിനൊന്നും കേട്ടോ. 100 3 കൂടിയിട്ട് 600-700 ആയിട്ടുള്ളൂ 3 തുണിക്ക്. അത്ര എടുത്തുള്ളൂ. പിന്നെ അത് അടിച്ചു കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അതാണ് പറയണത്. അത് കഴുകാനും സുഖം, തേക്കും വേണ്ട, ഒന്നും വേണ്ട, കഴുകിയിട്ട് തൊഴിലിട്ട. അതാകുമ്പോൾ ഇങ്ങനെ കഷോരിയ പൊട്ട ഒന്നുമില്ല. ഒരുപാട് കട്ടിയുള്ള തുണിയല്ലോ, കനം കുറഞ്ഞ തുണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞ് വെറുപ്പിക്കണില്ല. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായി. ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നാളെ വരെ പോയാലോ. ഈ ചുരിദാർ സ്റ്റൈല് എന്നെ കാണുന്നവർക്ക് എന്നും മഞ്ഞ സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആയിട്ട് എനിക്ക് മഞ്ഞ ഇഷ്ടപ്പെട്ടെടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ആട്ടാം. പക്ഷേ ബ്ലാക്ക് ഇന്ന് പിറന്നാൾ ദിവസമായിട്ട് ഇട്ടുണ്ടല്ലോ എന്ന് ഞാൻ കരുതി. നല്ല ദിവസമല്ലേ, പിറന്നാളല്ലേ. അപ്പോൾ ആ പിറന്നാൾ മേടിക്കാൻ ബ്ലാക്ക് ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മഞ്ഞ ഇട്ടത്. പിന്നെ മഞ്ഞ നമ്മുടെ ഞാൻ ആ ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ ആ മഞ്ഞ എടുക്കുക വെച്ച് പറയാം. ആ കുട്ടിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്ര മണ്ണോട് പോയാലോ. പിന്നെ ബ്ലാക്ക് സ്റ്റാൻഡേർഡിൽ വെള്ളത്തിൽ കളിക്കല്ല. പോട്ടെ. ബൈ.